ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ മോൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഐറ്റത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാൻ അതിനായിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ അവർക്ക് കുറേ കാലം യൂസ് ചെയ്യാം. അപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെൺകുട്ടികളുള്ള ഉമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവർ ചെയ്തെടുക്കുക. അവർക്കിത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു പ്രെയർ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ക്രേപ്പിൻ്റെ ഫ്ലോറൽ ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കനം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഈ തുണി സെലക്ട് ചെയ്തത്. മോൾക്കാണെങ്കിൽ വൈറ്റ് പ്രെയർ ഡ്രസ്സിനോ ആയതുകൊണ്ട് അവൾക്ക് എപ്പോഴും പരാതിയാണ്. ഇപ്പോൾ കുറേ മോഡൽ പ്രെയർ ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എപ്പോഴും പറയും എനിക്കൊരെണ്ണം വാങ്ങിത്താ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ആ പരാതി ഇവിടെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിനായിട്ട് സ്കേർട്ടും ലോങ് ഹിജാബും ആയിട്ടാണ് ചെയ്യാൻ പോണത്. വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് 42 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് മടക്കി അടിക്കാനും ഒപ്പം അരയിൽ എലാസ്റ്റിക് വെക്കാനുള്ള ഒരു 1.5 ഇഞ്ച് ഇട്ടിട്ട് കൂട്ടിയിട്ടാണ് 42 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അരവണ്ണത്തിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ എലാസ്റ്റിക്കിന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കേർട്ടിൻ്റെ കട്ടിങ്. താഴ്ഭാഗത്ത് നമ്മളൊന്ന് കർവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ സൈഡ് 2 ഭാഗം തൂങ്ങിയിരുന്ന് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ട ഇത്രയേ ഉള്ളൂ. ഇനി 2 സൈഡ് കൂട്ടി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് ഇട്ടിട്ട് സ്കേർട്ട് റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ ഹിജാബാണ് കട്ട് ചെയ്യാൻ പോണത്. ഹിജാബ് കുറച്ച് ലോങ് ആയിട്ട് കിടക്കുന്നത്, അതായത് സലഫി മക്കനൊക്കെ ഉണ്ടല്ലോ അതുപോലെ ലോങ് ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതാവുമ്പോൾ അവർക്ക് ഫുൾ കവർ ചെയ്തിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ വീതി നമുക്കിതിന് തികയില്ല. അപ്പോൾ 50 ഇഞ്ച് ബാക്കിലോട്ട് ലെങ്ത്ത് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഫ്രണ്ട് സൈഡിലേക്ക് ഒരു 43 ഇഞ്ചിലും വരുന്ന രീതിയിലാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബാക്ക് ഭാഗം വരുന്ന ഇതുണ്ടല്ലോ, നമ്മൾ സ്കാർഫിന് എടുക്കുന്നത് പകുതിയാക്കി മടക്കിയതിന് ശേഷം ബാക്ക് പോർഷൻ വരാനുള്ള ഭാഗത്തേക്ക് നമ്മൾ എക്സ്ട്രാ പീസ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാ ഒരു പീസ് നടുമടക്കിയിട്ട് അടിക്കുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ആ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ബാക്ക് പോർഷനായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കർവ് ചെയ്തിട്ട് ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുത്ത മെറ്റീരിയൽ പകുതിയാക്കിയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് പോർഷൻ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ആ പീസ് ഉണ്ടല്ലോ, ആ പീസ് ഫുള്ളൊരു കർവ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ജോയിൻറ്റ് ചെയ്ത പോർഷനിൽ എത്തുന്ന വരെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ജോയിൻറ്റ് ചെയ്ത പോർഷൻ വരുമ്പോൾ ജസ്റ്റ് വീണ്ടും ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി ആ ഭാഗത്തെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. സ്റ്റിച്ചിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമ്മൾ കൂട്ടി പിടിച്ചിട്ട് 2 സൈഡ് വരുന്നുണ്ട്. ജോയിൻറ്റ് ചെയ്ത് വരുമ്പോൾ എൻഡ് ഉണ്ടല്ലോ, കണ്ട ഇങ്ങനെ കർവ് ചെയ്ത് പോണ ഭാഗം ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗം കൂടി ഒന്ന് കഴുത്തിൻ്റെ ജോയിൻറ്റ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ അതൊരു ഷേപ്പിൽ കിടക്കാനാണ്. അങ്ങനെ വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാനതൊരു ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട ഈ കഴുത്തിൻ്റെ അളവ് എടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുന്നേ അവിടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്കിലേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പീസ് വേണം, വള്ളി. അപ്പോൾ അത് എലാസ്റ്റിക് ഇട്ടിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു 2 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്കിൽ വള്ളി എലാസ്റ്റിക് ഇട്ട് വെക്കുന്നത് അവർക്ക് ഇടാൻ എളുപ്പത്തിനാണ് കേട്ടോ. ശരിക്കും ഇത് നല്ല സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നിസ്കാരപ്പായാണ് കേട്ടോ. കണ്ട ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതാണ് ഹിജാബ്. ബാക്ക് സൈഡ് ഇതുപോലെ ലോങ് ആയിട്ട് കിടക്കുന്നുണ്ട്.
അതുപോലെ തന്നെ കൈ ഇടാനൊരു ഹോളും കൂടി ഞാൻ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാവുമ്പോൾ ഒന്നും കൂടി നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റാണ് അത് ചെയ്തത്. അത് കട്ടിങ്ങിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് ഞാൻ ചെയ്തതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു, ബൈ.